ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണമാണ് ഈസ്റ്റർ. ഇന്ന് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുനാൾ കൂടിയായ ഈസ്റ്റർ 51 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിന്റെ പുനരുത്ഥാനം. മരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ആഹ്ലാദവുമായി ഈ ദിവസം ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന, തിരുക്കർമ്മങ്ങൾ എന്നിവ നടക്കുന്നു. ഈസ്റ്റർ ആനന്ദത്തിന്റെ ഞായറാണ്. അതിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് പോകാം. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര മർമ്മമായ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണത്രേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ പ്രതിവചിക്കുമായിരുന്നത്രേ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചിരുന്നു. പാസ്ക എന്ന പദം യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നാണ് ഉരുവായത്. ഈ പാസ്ക പെരുന്നാൾ പീഡാനുഭവവും മരണവും ഉയിർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ദുഃഖവെള്ളി വേറിട്ട് ആഘോഷിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സോണിയന്മാർ ഇയോസ്ട്രേ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു. ഇയോസ്ട്രേ ദേവതയുടെ പ്രീതിക്കായുള്ള യാഗങ്ങൾ ഏറെയും നടന്നിരുന്ന മാസത്തെ ഈസ്റ്റർ മാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ക്രിസ്തുമതം അവിടെ പ്രചരിച്ചപ്പോൾ ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീട് അത് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയിർപ്പ് പെരുന്നാൾ എന്നർത്ഥമുള്ള ക്രംത പെരുന്നാൾ എന്ന് വിളിക്കുന്ന പഴയ പതിവും നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഈസ്റ്റർ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനം. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന എന്നിവ നടക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. എല്ലാ വർഷവും ഈ ആഘോഷ ദിനത്തിന്റെ തീയതി മാറി മാറി വരും. അത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഈസ്റ്റർ മാർച്ച് 22-നും ഏപ്രിൽ 25-നും ഇടയിൽ മാറിക്കൊണ്ടേയിരിക്കും. ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ഈസ്റ്റർ ഏപ്രിൽ 8-നും മെയ് 8-നും ഇടയിലാണ് കൊണ്ടാടുന്നത്. മിക്ക ക്രിസ്ത്യൻ ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്റർ തീയതി ചന്ദ്രനെയും ചാന്ദ്രചക്രങ്ങളെയും ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും യഹൂദരുടെ പെസഹ പെരുന്നാളിന് ശേഷമാണ് സംഭവിച്ചത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. കാരണം അവസാനത്തെ അത്താഴം ഒരു പെസഹ വിരുന്നായിരുന്നു. അതുകൊണ്ട് ആദ്യകാല ക്രിസ്ത്യാനികൾ പെസഹ തീയതിക്ക് അനുസൃതമായി ഈസ്റ്റർ ആഘോഷങ്ങൾ ക്രമീകരിച്ചിരുന്നു. ജൂത കലണ്ടർ സൂര്യന്റെയും ചന്ദ്രന്റെയും ചക്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാലാണ് ഈസ്റ്ററിന്റെ തീയതി വർഷം തോറും മാറുന്നത്. എന്നാലും ക്രിസ്തുമതത്തിന്റെ എല്ലാ ശാഖകളും ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടരുന്നില്ല. തുടക്കത്തിൽ വസന്തകാലത്തിന് ശേഷമുള്ള ആദ്യത്തെ പൗർണമിക്ക് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിച്ചത്. അതിന്റെ തീയതി എല്ലാ വർഷവും മാറുന്നു. യേശു മരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് ഓരോ സമയമേഖലയിലും മാറിക്കൊണ്ടിരിക്കും. അതിനാൽ പൗർണമിയുടെ 14-ാം ദിവസത്തിന് ശേഷം വരുന്ന ഞായറാഴ്ച ഈസ്റ്ററായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈസ്റ്റർ തീയതി തീരുമാനിക്കുന്നതിന് ആദ്യം ചന്ദ്രന്റെ സ്ഥാനം നിരീക്ഷിക്കുന്നു. മാർച്ച് 21-നോ അതിനുശേഷമോ സംഭവിക്കുന്ന പൂർണ്ണചന്ദ്രനെ പാസ്കൽ പൗർണമി എന്ന് വിളിക്കുന്നു. പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈസ്റ്റർ വരിക. 2024 മാർച്ച് 25-നാണ് പാസ്കൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടത്. അതിനാൽ മാർച്ച് 31-ന് ഈസ്റ്റർ ആയിരുന്നു. അടുത്ത തവണ മാർച്ച് 31-ന് ഈസ്റ്റർ വരുന്നത് 2086-ലായിരിക്കും. എന്തായാലും അടുത്ത 10 വർഷത്തെ ഈസ്റ്റർ തീയതികൾ ഒന്ന് പറയാം. 2025, അതായത് ഈ വർഷം ഏപ്രിൽ 20, 2026 ഏപ്രിൽ 5, 2027 മാർച്ച് 28, 2028 ഏപ്രിൽ 16, 2029 ഏപ്രിൽ 1, 2030 ഏപ്രിൽ 21, 2031 ഏപ്രിൽ 13, 2032 മാർച്ച് 28, 2033 ഏപ്രിൽ 17, 2034 ഏപ്രിൽ 9. എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായ ഉയിർത്തെഴുന്നേൽപ്പിന്റെ, പ്രത്യാശയുടെ, സമാധാനത്തിന്റെ ഈസ്റ്റർ ആശംസകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.